എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ കുക്കറിലൊരു ഗീ റൈസാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. ഞാനിവിടെ ഇപ്പം ഒരു 2 കപ്പ് ബാസ്മതി റൈസ് ഒന്ന് വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ച് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സവാള നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക്, ഹോൾ സ്പൈസസ്, കുറച്ച് കാഷ്യൂ നട്ട്, ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്. ഞാനിവിടെ ഒരു കുക്കർ ഇപ്പോൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ നെയ്യിൽ നിന്ന് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കാഷ്യൂ നട്ട്സ് ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നിടം വരെ മതി. ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെക്കണം. നമ്മുടെ കാഷ്യൂ നട്ട്സൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കണം. സവാള നല്ലോണം വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് നമുക്കിനി പതുക്കെ എടുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ബാക്കിയിരിക്കുന്ന നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഹോൾ സ്പൈസസ് ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ബേ ലീഫ്, 2-3 ഏലക്ക, കുറച്ച് പെരുംജീരകം, ഗ്രാമ്പൂ, കറുവാപ്പട്ട, ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യണം. ഒരു 2-3 സെക്കൻഡിൻ്റെ കാര്യമുള്ളൂ. ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ക്യാരറ്റൊക്കെ നല്ലോണം വഴണ്ട് കഴിഞ്ഞ് നമ്മൾ ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയം എടുത്ത് അരി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 3-4 മിനിറ്റോളം അരി നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാനൊരു 2.5 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 2 കപ്പ് അരിക്ക് 2.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് നമ്മളിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എപ്പോഴും ഉപ്പ് കുറച്ച് കൂടുതൽ നിൽക്കണം, എന്നാലേ ചോറ് വെന്ത് കഴിയുമ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പ് കാണത്തുള്ളൂ. ഉപ്പിട്ട് കഴിഞ്ഞ് വെള്ളം തിളച്ച് നമ്മുടെ അരിയുടെ ഒരു ലെവലാകുമ്പോൾ നമുക്ക് പതുക്കെ ഈ പ്രഷർ കുക്കർ അടച്ചു വെക്കാം. ഒരു മീഡിയം തീയിൽ 1 വിസിൽ വരുന്നിടം വരെ ഇത് കുക്ക് ചെയ്തെടുക്കണം. പ്രഷർ മുഴുവനായിട്ട് റിലീസായിട്ട് മാത്രമേ ഈ കുക്കർ തുറക്കാൻ പാടുള്ളൂ. കണ്ടോ, നമ്മുടെ ഈസി കുക്കർ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ കറിയുടെ കൂടെ, വെജ് കറിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നോട് കമൻറ്റ്സ് അറിയിക്കുകയും വേണം. താങ്ക് യു സോ മച്ച്.